ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ ഡോക്ടർ തുടങ്ങുകയാണ്. ഇന്ന് നേത്രരോഗ വിദഗ്ധനായ സുരേഷ് പുത്തലത്താണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. കണ്ണ് രോഗങ്ങൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, ആ, ആ, അതാണ് നമ്മൾ ഇന്നത്തെ അതെ. ടോപ്പിക്ക്. ആ, സാധാരണഗതിയിൽ ഉം. മറ്റ് അസുഖങ്ങൾ പോലെ പെട്ടെന്ന് നമ്മൾ കെയർ ചെയ്യുന്നില്ല കണ്ണിന്റെ കാര്യം എന്നൊരു ഉം. തോന്നലുണ്ടാവാറുണ്ട്. ഡോക്ടർക്ക് എന്താണ് അതെ, അത് അത്തരത്തിൽ? ശരിയാണ്. തീർച്ചയായും അത് ശരിയാണ്. കാരണം കണ്ണിന് ഏറ്റവും അവസാനമാണ് ഈ പൊതുജനങ്ങളും ഈ ഡോക്ടർ കമ്മ്യൂണിറ്റിയും അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചിട്ടും ഒക്കെ കണ്ണിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ മാത്രമാണ് ഇതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരും അങ്ങനെ പോയി കാണിക്കാൻ മുതിരുന്നത്. അത് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. കണ്ണിനെയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രമേഹം കണ്ണിനെ ബാധിക്കുന്ന ഒരു ഇതാണ്. അതിനെ മുൻകൂട്ടി മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി അന്ധതയിലേക്ക് പോകുന്നത് നമുക്ക് തടുത്തു നിർത്താൻ പറ്റും. പക്ഷേ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെ അവർക്ക് അറിയാത്തത് കൊണ്ടോ അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പ്രമേഹം ചികിത്സിക്കുന്ന ഡോക്ടറായാലും അല്ലെ പാരാമെഡിക്കൽ സ്റ്റാഫായാലും അവർക്ക് അതിനെക്കുറിച്ചിട്ടൊരു അവബോധം സൃഷ്ടിക്കുകയാണെങ്കിൽ അവർ മുൻകരുതലോടെ അങ്ങനെയാണെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബ്ലൈൻഡ്നെസ് അതുപോലെ തന്നെയാണ് നമ്മളിടയിൽ കാണുന്ന ഈ ഗ്ലോക്കോമ എന്നുള്ള അസുഖം. നമ്മളടുത്ത് വരുന്ന ഈ ഗ്ലോക്കോമ രോഗികളിൽ ഒരു 70% ഈ അഡ്വാൻസ് ആയിട്ടുള്ള ആ സ്റ്റേജിലാണ് അവർ വന്ന് നമ്മളെ കാണിക്കാൻ വരുന്നത്. ആ സമയത്ത് ഒരു ഡോക്ടർക്ക് അതിന് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അവിടെയാണ് അവർക്ക് അവയർനെസ്സും അതിൻ്റെ ക്ലാസ്സസുകൾ ഇതൊക്കെ മാധ്യമങ്ങളും ഇതൊക്കെ മീഡിയാസും ഒക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ്. എടുക്കുന്നത് ഏതായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കെല്ലാം വരേണ്ടതുണ്ട്. ഒരു കോളർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സൗദിയിൽ നിന്ന് വിളിച്ചൊരു കോളറാണ് വെയിറ്റ് ചെയ്യുന്നത്. ബഷീർ, ചോദിച്ചോളൂ. ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം എന്താണ് സംശയം എന്നത്. പറഞ്ഞോളൂ ബഷീർ. എന്റെ മോനെ, ആ ഹലോ, പറഞ്ഞോളൂ, എന്റെ കേൾക്കുന്നുണ്ട്. മോനെ ചെറുപ്പത്തില് ആ ജനിച്ച അന്ന് മുതലേ കണ്ണിന് കോട്ടുണ്ട്. ആ കണ്ണിന് കോട്ടുണ്ടായിരുന്നു. ആ ഇപ്പൊ അത് ഒരു കണ്ണ് കാഴ്ച ഇല്ലാതെ കണ്ട് ആ ഇപ്പൊ 70% കണ്ണ് കാഴ്ച ആ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അപ്പൊ ഞാൻ മധുരയിലും മറ്റേ ഓക്കെ. കോഴിക്കോട് മലബാറിലെല്ലാം കാണിച്ചപ്പോ ആ അത് കണ്ണിന് കോട്ട നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റും, ആ പക്ഷെ കാഴ്ച കിട്ടില്ല എന്നാണ് ആ പറയുന്നത്. ആ സാർ എന്താണ് അതിന് അതിൻ്റെ അത് മകനിപ്പോൾ എത്ര വയസ്സുണ്ട്? ഇപ്പോ മകന് 13 വയസ്സായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പണ്ട് കോട്ട വന്നത് കൊണ്ട്, കോട്ട എന്ന് പറഞ്ഞാൽ കോങ്കണ്ണ് എന്നുള്ള ഇത് വന്നത് കൊണ്ട് ആ ആ സൈഡിലുള്ള നേവ് ലേസി ആയിട്ടുണ്ട്, മടിയനായിട്ടുള്ള ഇതായിട്ടുണ്ടാവാൻ. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്ത് ഗ്ലാസ്സുകൾ വേണമെന്നുണ്ട് അത് വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറച്ചെങ്കിലും അത് പരിശോധിച്ചാൽ മാത്രമാണ് മനസ്സിലാവുക. അത് മുന്നേ ചെയ്യാത്തത് കൊണ്ട് ആ കണ്ണ് ആംബ്ലിയോപ്പിയ എന്ന് പറയും. മെഡിക്കൽ ടേമിൽ അതിന് ആംബ്ലിയോപ്പിയ എന്നാണ് പറയുക. ആ കണ്ണ് മടിയനായിപ്പോയി, അതിന് പ്രോപ്പറായിട്ട് ലൈറ്റ് വരാത്തത് കൊണ്ട് ആ ഞരമ്പ് അത് മടിയനായി തീർന്നിരിക്കുകയാണ്. അതിന് നമുക്ക് ഗ്ലാസ്സുകൾ വെച്ച് ഈ സർജറി ചെയ്ത് പിന്നെ അല്ലെങ്കിൽ മറ്റേ കണ്ണ് അടച്ചു വെച്ച് ഒക്ലൂഷൻ തെറാപ്പി ഉണ്ട്. ഇപ്പം 13 വയസ്സായതുകൊണ്ട് ഇപ്പോഴും ചെറിയ ഒരു ഹോപ്പ് ഉണ്ട്. നല്ല കാഴ്ചയുള്ള കണ്ണ് ഒരു 3 മണിക്കൂറൊക്കെ അടച്ചു വെച്ചിട്ടുള്ള ഒരു ഒക്ലൂഷൻ തെറാപ്പി എന്ന് പറഞ്ഞ അത് സ്ഥിരമായിട്ട് ചെയ്തിരുന്നു സാർ. അതാണ് സ്ഥിരമായിട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഗുഡ്. അടച്ചു വെച്ച് അതെ അതെ, ഗുഡ്. ചെയ്തിരുന്നു. അപ്പം അത് ഒന്ന് കാണിച്ച് അല്ലേ, സർജറി ചെയ്തോ? ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തോ? സർജറി ഇല്ലല്ലേ, ചെയ്തിട്ടില്ല. അത് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ്? ക്ലിയർ കിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, ക്ലിയർ കിട്ടുന്നില്ലെങ്കിലും ചെയ്യാൻ നല്ല ഏതാണ് സാറേ നല്ല സ്ഥാപനം? അത് നിങ്ങൾ പൊതുജനങ്ങളോട് ചോദിച്ചിട്ട് പറയാ. പിന്നെന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി കുട്ടി വളരുമ്പോഴും സ്കൂളുകളിലും ഇതിലൊക്കെ പോകുമ്പോൾ അത് ഒരു കോസ്മെറ്റിക് സൗന്ദര്യത്തിനും കൂടി എഫക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? മറ്റുള്ള കുട്ടികളിൽ നീ കോട്ട കണ്ണുമായിട്ട് പുള്ളി സ്കൂളുകളിൽ പോകുമ്പോൾ അവനൊരു മാനസികമായിട്ടുള്ള ഒരു ഇതും കൂടി വരും. അപ്പോൾ അതൊന്ന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും, കാണിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നിങ്ങൾ മധുരയിലൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ? കോഴിക്കോടും ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങളെ വീട് എവിടെയാണ് നാട്ടിൽ? താനൂര്. അപ്പോൾ കോഴിക്കോടും അതിന് പറ്റിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സാർ, ഈ ഷുഗറിന് ഷുഗർ ഉണ്ടായിട്ട് എന്റെ കണ്ണിന് ചെറിയ ഷുഗർ ഉണ്ട്. ഇപ്പൊ കണ്ണിന് അക്ഷരങ്ങൾ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഷുഗർ അത് കൂടുതൽ കണ്ണിന് ബാധിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രതിമരുന്ന്?
ഒന്നുമില്ല. ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്യുക, എപ്പോഴും നോർമലാക്കി വെക്കുക. പിന്നെ റെഗുലറായിട്ട് ഒരു 3 മാസം കൂടുമ്പം ഒരു കണ്ണ് ഡോക്ടറെ അടുത്ത് പോയി തുള്ളി മരുന്ന് ഒഴിച്ചിട്ടുള്ള പരിശോധന നടത്തുക. അല്ലാതെ കണ്ണാടിക്കടയിൽ പോയിട്ട് കണ്ണട മാറ്റി വെച്ചത് കൊണ്ടുള്ള പരിശോധനയല്ല അതിന് വേണ്ടത് കേട്ടോ. ഓക്കെ സാർ, ആ ഓക്കെ ആ സാർ, താങ്ക് യു. മറ്റൊരു കോളർ കൂടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. റൈഹാൻ. ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം, എന്താണ് സംശയം? പറഞ്ഞോളൂ ആ റൈഹാൻ. ആ, ആ ആ, ഡോക്ടർ, എന്റെ മകനാണ് റൈഹാൻ. റൈഹാൻക്കാണ് കണ്ണിന് ആ പ്രശ്നം. അതായത് ഇപ്പോ 9 വയസ്സ്, 10 വയസ്സിലേക്ക് നടക്കുന്നു. ആ ആ, അവന്റെ കണ്ണിന് കൃഷ്ണമണിക്ക് റൗണ്ടില് ആ ഒരു വെളുത്ത പാട പോലെ വരുന്നു. ഉം, ഉം. അത് കൃഷ്ണമണിയെ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞമ്മ രക്തബന്ധത്തിലായിരുന്നു കല്യാണം കഴിച്ചത്. ആ ആ പിന്നെ ഡോക്ടർ കാണിച്ചപ്പോ അലർജി ആണ് എന്ന് പറഞ്ഞു. പിന്നെ ഉം. കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആ അതിനുള്ള ചികിത്സ എന്താണ്? രണ്ട് കണ്ണിലും ഉണ്ടോ? അത് രണ്ട് കണ്ണിലും ഉണ്ട്, അതിൽ ഒരു കണ്ണിൽ. രണ്ട് കണ്ണിലും ഉണ്ട്. ആ അത് ഇപ്പം സാധാരണ കാണുന്ന ഈ പ്രായത്തിൽ ഈ അലർജി കൊണ്ടാണ് വരുന്നത്, അലർജി കൂടുതലായിട്ട്. മനസ്സിലായില്ലേ? അപ്പം അവന് ഈ ചെറിയ തുമ്മലൊക്കെ വരാറുണ്ടോ? പൊടികൾ അടിച്ചു കഴിഞ്ഞാൽ തുമ്മൽ അങ്ങനെയുള്ള? ആ, അവന് എപ്പോഴും അവന് കുറച്ച് മെന്റലി കുറച്ച് ആ difficulties ആ ഉണ്ട്. മനസ്സിലായി. അപ്പം അങ്ങനത്തെവർക്ക് ഇതൊരു സ്പ്രിങ് കറ്റാർ എന്നൊക്കെ പറയും. അതൊരു ഇതൊന്നുമല്ല, പാരമ്പര്യമായിട്ട് വന്നതൊന്നുമല്ല അത് കേട്ടോ. അപ്പം അത് കാസർഗോഡുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അത് ഒരു പരിധി വരെ വരും. ഒരു സാധാരണ നമ്മൾ പറയുക ഒരു 20 വയസ്സ് വരെ ഇങ്ങനെ ഇത് വന്നും സീസണൽ ഇതാണത്. സീസൺ കുറയുമ്പോൾ സീസണിൽ അത് കൂടും. അവന് യാത്രയിലെല്ലാം ആകുമ്പോ ആ കുറച്ച് നല്ലോണം അതാണ് ഈ കൂടുതലാണ്. പൊടി അടിക്കുന്നത് കൊണ്ടാണ് മെയിനായിട്ട്. ആ, അപ്പം അത് ആ, ആ. കൂടുതലായിട്ട് വരുമ്പം ഒരു വിദഗ്ധ ഡോക്ടറെ കാണിച്ചിട്ട് അതിന് ചികിത്സ എടുക്കണം. അല്ലാതെ നമുക്കിപ്പം ഈ പ്രോഗ്രാമിലൂട്ട മരുന്നൊന്നും പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ. ഡൽഹിയിൽ നിന്നുള്ള ഒരു കോളർ കൂടി ആ ഡോക്ടറോട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. രമ ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. പറഞ്ഞോളൂ മാഡം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എനിക്ക് പ്രോബ്ലം ഇതാണ്. ഒരു ലാസ്റ്റ് 4 വർഷമായിട്ട് ഓക്കെ. ലെഫ്റ്റ് ഐയുടെ ലെഫ്റ്റ് സൈഡില് വിന്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റെഡ്നെസ് വരുന്നു. അപ്പൊ നമ്മള് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അവര് പറയുന്നത് എപ്പിസ്ക്ലെറൈറ്റിസ് എന്നുള്ള അതെ. അസുഖമാണ് ആ എന്ന്. ആ അപ്പൊ അത് സ്റ്റിറോയിഡ് ഐ ഡ്രോപ്പ് ഒഴിച്ചെങ്കിൽ മാത്രമേ ശരിയാകുന്നുള്ളൂ. അതെ. ആ ഇതിന് ആയുർവേദത്തിലും എന്തെങ്കിലും വേറെ വല്ല ചികിത്സയും അല്ല, ഈ കാണുമായിരിക്കും? എപ്പിസ്ക്ലെറൈറ്റിസ് എന്നാണ്. അത് പെയിൻ ഉണ്ടോ? വേദന പെയിൻ ഉണ്ടാവാറുണ്ട്? ആയിട്ടില്ല, വേദന വരുന്നില്ല, പക്ഷെ എന്തോ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. അപ്പം അതൊരു മൈൽഡ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റീറോയിഡ് ആണ്. പിന്നെ ഈ എപ്പിസ്ക്ലെറൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ ചിലപ്പം വാദത്തിൻ്റെ ഇതുകൊണ്ട് വരാം, സീസണൽ. ആ ഇപ്പം പറഞ്ഞല്ലോ. ടെസ്റ്റുകളൊക്കെ ആ നടത്തിയിട്ട് അതെല്ലാം പിന്നെ നോർമൽ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഈ നമ്മളുടെ സാധാരണ കാണുന്ന ട്യൂബർക്കുലോസിസിൻ്റെ അലർജി കൊണ്ട് വരാം. പക്ഷെ അതിന് വിന്റർ ഡൽഹിയിൽ വിന്റർ സ്റ്റാർട്ട് മനസ്സിലായി. ചെയ്യുമ്പോഴാണ് എനിക്ക് ആ പ്രോബ്ലം ആ വരുന്നത്. ആ ആ അപ്പോൾ അതിന് സ്റ്റീറോയിഡാണ് വേണ്ടത്. മൈൽഡ് ആണെങ്കിൽ ഇതിന്, പിന്നെ കൂടുതലാണെങ്കിലാണ് നമ്മൾ ഓറൽ കഴിക്കാനുള്ള സ്റ്റീറോയിഡും കൊടുക്കും. ഓക്കെ, ഓക്കെ. ആ അപ്പം ആ. സ്റ്റിറോയിഡ് അല്ലാതെ മറ്റുള്ള അല്ല ഇതൊന്നും സ്റ്റിറോയിഡ് കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എന്തെങ്കിലും മറ്റുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, സ്റ്റീറോയിഡ് വേണമെന്ന് പറയുന്നത് നല്ല സിവിയർ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റീറോയിഡ് വേണ്ടും. ഇല്ലേ സ്റ്റീറോയിഡ് ഐ ഡ്രോപ്സ് മതി. അതും മാക്സിമം ഒരു 3 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് മതി ഈ സ്റ്റീറോയിഡ് ഐ ഓക്കെ, ഡ്രോപ്സ്. പിന്നെ ഓക്കെ, ഓക്കെ. അതല്ലാതെ പിന്നെ വേറെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൂടുതലാണെങ്കിലാണ്, ഇതിനെ കൊണ്ട് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിലാണ് നമ്മൾ മറ്റുള്ള ആൻറ്റി മെറ്റബോളൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എപ്പിസ്ക്ലിറൈറ്റിസ് ആണ്, അതൊരു മൈൽഡ് കണ്ടീഷനാണ്. അതിനെക്കുറിച്ചിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ വരുമ്പം മാത്രം ഈ ഡ്രോപ്സ് ഒഴിക്കുക. അതും ഡോക്ടറെ കാണിച്ചിട്ട്, സ്റ്റീറോയിഡ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് ഒഴിക്കരുത് കേട്ടോ. ഇല്ലില്ല. കാരണം അത് പ്രഷർ കൂട്ടും കണ്ണിൻ്റെ. അത് ശരി. ഓക്കെ, ആ ഓക്കെ, ആ ഓക്കെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, ഈ കണ്ണിൽ മരുന്ന് ഒഴിക്കുന്ന കാര്യത്തിൽ ആളുകൾക്ക് ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കിട്ടാവുന്ന ഒരു ഐ ഡ്രോപ്സ് അതെ ഏതെങ്കിലും വാങ്ങി ഒഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതെ ഇപ്പോഴും അതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. അങ്ങനെ മുന്നേ മേ ബി ഒരു 10 ഇയേഴ്സ് മുന്നേ ഒക്കെ ആണെങ്കിൽ കൗണ്ടറിൽ പോയിട്ട് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് എന്നുള്ള ഡ്രോപ്സുകളുണ്ട്, കണ്ണുനീരിന് പകരമുള്ള. അതൊക്കെ നമുക്ക് കൗണ്ടറിൽ നിന്ന് കിട്ടും. പക്ഷേ ഇപ്പം മുമ്പേ പറഞ്ഞ ഈ സ്റ്റീറോയിഡ് എന്ന് പറയുന്നത് അത് നമുക്ക് ഡോക്ടർ ഉദ്ദേശിച്ചത് ഗ്ലിസറിൻ പോലുള്ള സാധനങ്ങളാണോ? അതല്ല. ഗ്ലിസറിൻ അല്ല, അതിൽ ഗ്ലിസറിൻ ഈ ഐ ഡ്രോപ്സിന് പകരമുള്ള, ടിയേഴ്സിന് പകരമുള്ള ഡ്രോപ്സുകളുണ്ട്.
അത് കൗണ്ടറിൽ നിന്ന് കിട്ടും. നമ്മൾ ഈ അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികൾ വീണ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഒരു ഇറിറ്റേഷനൊക്കെ വരും. പക്ഷേ സ്റ്റീറോയിഡ് എന്നുള്ള അതിന് എന്തായാലും എന്ത് മരുന്ന് വാങ്ങിക്കുമ്പോഴും പ്രിസ്ക്രിപ്ഷനാണ് നിയമപ്രകാരം വേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം പ്രിസ്ക്രിപ്ഷൻ, പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ അങ്ങനെ അത് ആരും കൊടുക്കുന്നില്ല. പിന്നെ ഒരു പണ്ടേ പറയുന്ന ഇതാണ് ഐ ഡ്രോപ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രാത്രി മരുന്നൊഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അതിപ്പോൾ കുറേ ആൾക്ക് വന്ന് ചോദിക്കാറുണ്ട്, രാത്രി ഒഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, രാത്രി ഒഴിക്കാൻ പാടില്ല എന്നാണൊക്കെ. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ 4 പ്രാവശ്യം 6 പ്രാവശ്യമൊക്കെ വരുമ്പോൾ നൈറ്റിലൊക്കെ വരും. അത് പണ്ടേയുള്ള ഒരു കൺസെപ്റ്റാണ്. അതെന്താണ്, എന്തുകൊണ്ടാണ് രാത്രി ഒഴിക്കരുത് എന്ന് പറയുന്നത് അറിയില്ല. അത് പഴയ ആൾക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. വയസ്സായിട്ടുള്ള പേഷ്യൻ്റൊക്കെ വന്നിട്ട് രാത്രി ഒഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ഐ ഡ്രോപ്സ് ഒഴിക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പം നേരത്തെ ഒരു കോളർ നമ്മളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അലർജി വരുന്ന സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ ചാടി ചാടി ഇരിക്കുന്ന ഒരു എന്താ പറയുക, കണ്ണിൻ്റെ പോളയിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോഴായിരിക്കണം. അതെ. അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അലർജി അല്ലാതെ? അലർജി അല്ലാതെ ഇപ്പോഴുള്ള നമ്മളുടെ മൊബൈൽ ഫോണുകൾ, എല്ലാവരും മൊബൈൽ ഫോണിലാണ് ഫുൾ ടൈം. നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിലോ എയർപോർട്ടിലാണെങ്കിലോ ട്രെയിനിലാണെങ്കിലോ അല്ല വീട്ടിലാണെങ്കിലോ എപ്പോഴും ആ മൊബൈൽ ഫോണിലാണ്. അതിന് പറയുക കമ്പ്യൂട്ടർ വിഷൻ, കമ്പ്യൂട്ടറിലായിരിക്കും. അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ കമ്പ്യൂട്ടർ. അപ്പോൾ നിങ്ങളിപ്പോൾ സംസാരിക്കുമ്പോൾ അറിയാതെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മൊബൈൽ ഫോണ് ലാപ്ടോപ്പിലും ഇതിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലിങ്ക് ചെയ്യില്ല, കണ്ണ് എപ്പോഴും ഇങ്ങനെ തുറന്ന് പിടിക്കും. അപ്പോൾ നമ്മൾ AC റൂം ഉണ്ടാവും, അപ്പോൾ അത് കണ്ണിന് കൂടുതൽ ഡ്രൈനെസ് വരും. ഡ്രൈനെസ് വരുമ്പോൾ ശരിക്കും നമുക്ക് കണ്ണിൻ്റെ വെറ്റായിട്ടാണ് എപ്പോഴും വേണ്ടത്. അപ്പോൾ ഡ്രൈനെസ് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ആ ഡിസ്കംഫേർട്ട് കുറക്കാനാണ്. അതിന് സാധാരണ പറയുക നമ്മൾ ഇതിൻ്റെ ഉപയോഗം, ഓക്കെ നിങ്ങളിപ്പം നിങ്ങളെ ജോലി കമ്പ്യൂട്ടർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കുറക്കാൻ പറ്റില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. ഇതായാലും നമുക്കൊരു ഹൈദരാബാദിൽ നിന്നുള്ളൊരു കോളർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാജു, ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടറിന്റെ പേര് ഷാജി ജോൺ എന്നാണ്. ഞാൻ ഹൈദരാബാദിൽ താമസിക്കുന്നത്. ഓക്കെ. ഡോക്ടർ, എന്റെ ഈ വലത്ത് കണ്ണിന്റെ ഈ സൈഡിൽ നല്ലൊരു ദ്രാവകം പോലെ ഇങ്ങനെ ഒഴി വരുന്നുണ്ട്. അത് കൂടുതൽ പറഞ്ഞാൽ നമ്മൾ ഈ തണുത്ത AC ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഈ തണുത്ത കാലാവസ്ഥയിൽ തണുത്ത കാറ്റ് കാണിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ വെള്ളം വരുന്നത്. അത് നോർമലായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോഴോ നോർമലായിട്ടിരിക്കുമ്പോഴോ അങ്ങനെ വരുന്നില്ല. ഈ കറുത്ത കണ്ണിലൊരു കാറ്റ് ഒരു കണ്ണിലേ ഉള്ളൂ. കാരണം അടിക്കുമ്പോൾ ഇങ്ങനെ ദ്രാവകം പോകുന്ന കണ്ണിൽ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ വണ്ടി യാത്ര ചെയ്യും, തണുത്ത സമയത്ത് വണ്ടി യാത്ര ചെയ്യും. അത് സാധാരണ അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പക്ഷേ ഒരു കണ്ണിൽ മാത്രമാണോ അത്? അതെ അതെ, വലത് കണ്ണിൽ മാത്രമേ. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ AC-യുടെ വെൻറ്റ് നിങ്ങളെ കാറിലാണ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വെൻറ്റ് ആ കണ്ണിലേക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇല്ലെങ്കിൽ സാധാരണ ഡ്രൈനെസ് കൊണ്ട്, ഓവർ ഡ്രൈനെസ് വരുന്നത് കൊണ്ട് ഒരു കൗണ്ടർ ഇറിറ്റേഷൻ പോലെയും അങ്ങനെ വാട്ടറിങ് വരാം. ഇല്ലെങ്കിൽ പിന്നെ മൂന്നാമതൊരു ഓപ്ഷൻ, അത് റെയറാണ്, നമ്മുടെ കണ്ണുനീരൊക്കെ നമ്മുടെ തൊണ്ടയിലാണ് പോവേണ്ടത്, അതിന് ബ്ലോക്ക് ഉണ്ടെങ്കിലും അങ്ങനെ വരാം. സോറി, അങ്ങനെ വരാം. അതെ അതെ അതെ, വേദനയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ആളുകൾക്ക് നിരവധി സംശയങ്ങളുണ്ട്, നമുക്ക് അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. നമ്മുടെ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ സുരേഷ് പുത്തലത്താണ്, നേത്രരോഗ വിദഗ്ധനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നിരവധി സംശയങ്ങളുണ്ട്. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുന്നമംഗലത്ത് നിന്ന്, കോഴിക്കോട് കുന്നമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. അബ്ദുറഹിമാന്റെ സംശയം ഡോക്ടറോട് നേരിട്ട് തന്നെ ചോദിക്കാം. ആ കോളിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യം, കണ്ണിന് വരുന്ന പ്രധാനപ്പെട്ട, അതായത് പകരുന്ന അസുഖങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്ന ഒരു കാര്യം കണ്ണിലേക്ക് പകർച്ചവ്യാധികളായിട്ട് വരുന്ന അസുഖങ്ങളാണ്. പലപ്പോഴും കേൾക്കാറുണ്ട് അത് നെർവ്സിനെ വരെ ബാധിക്കാൻ, കാഴ്ചയെ ബാധിക്കുന്നതിനപ്പുറത്തേക്ക് തലച്ചോറിലെ നെർവ്സിനെ വരെ ബാധിക്കുന്ന സാധ്യതയുണ്ടെന്ന്. എത്രത്തോളം വാസ്തവമുണ്ട് അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മളുടെ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ്, കണ്ണ് രോഗം. അത് നമ്മൾ സാധാരണ ഈ വൈറൽ ഇതാണ് കാണുന്നത്, വൈറസിൻ്റെ. ഇപ്പോൾ കാണുന്ന വൈറൽ ഡിസീസ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, ഭയങ്കര വിറുലൻ്റാണ്. അത് കൃഷ്ണമണീനെ ബാധിക്കും, പിന്നെ കാഴ്ചേനെയും ബാധിക്കും. പിന്നെ അത് സാധാരണ ഒരാഴ്ച കൊണ്ടാണ് ഇത് റിക്കവറി വരും. ഇപ്പോഴുള്ളത് ഒരു 15 ദിവസം, ചിലപ്പോൾ ഒരു മാസം. പിന്നെ കാഴ്ചയ്ക്കും കുറവ് വരും, കൃഷ്ണമണീൻ്റെ മേലെ കല വന്നിട്ട് അതിന് കാഴ്ചേനെ എഫക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഉണ്ട്.
പിന്നെ ഉള്ളത് മറ്റുള്ള അസുഖങ്ങളാണ്, തലച്ചോറിനെ ബാധിക്കുന്ന, അത് വളരെ റെയറാണ്. മെനിഞ്ചൈറ്റിസ് ഒക്കെ വന്ന് അതിന് കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ച്. അതായത് മൊത്തം ബാധിക്കുന്നതിന് അതെ അതെ ഭാഗമായിട്ട് അതെ വരുന്നത്. അതെ അതെ. നമുക്ക് ഏതായാലും നേരത്തെ ഡ്രോപ്പായി നമ്മളെ കോളർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ അബ്ദുറഹിമാൻ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. ഹലോ സാർ, പിന്നെ എനിക്ക് കണ്ണിനൊരു ചൊറിയും ഈ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ചെറുതായി ഇതൊക്കെ ചെയ്യുന്നത്. ആ ആ ഈ കണ്ണിന് എനിക്ക് 52 വയസ്സായി. ഓക്കെ. പിന്നെ പിന്നെ ഭയങ്കര ചൊറച്ചില്. അത് അലർജി കൊണ്ടായിരിക്കാം. അല്ല, എനിക്ക് മറ്റേ ഷുഗറിന്റെ തകരാറുണ്ട്. പിന്നെ കണ്ണ് ചൊറച്ചിന് വേദനയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വേദനയും വരുന്നുണ്ട്. അപ്പൊ ഷുഗറിന് കണ്ണിന് ബാധിച്ചോ എന്ന് പോയി പരിശോധിച്ചിട്ടുണ്ടോ? പരിശോധിച്ചപ്പോ മഞ്ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ണിന് ഷുഗറില്ല. ഇപ്പൊ ഷുഗർ എനിക്ക് 98 ഉള്ളൂ. ഓ വെരി ഗുഡ്. അപ്പൊ അത് ഈ പൊടികളും ഇതൊക്കെ കൊണ്ടാണ്. അപ്പൊ ഒരു പുറത്തേക്കൊക്കെ പോകുമ്പോൾ കണ്ണട വെക്കുക. എന്താണ് ജോലി? എന്താ ജോലി? ഞാൻ മറ്റേ തേപ്പിന് പണിക്ക് വരാം. അപ്പൊ എന്തായാലും പൊടിയുടെ ഇതാണ്. പൊടിയുള്ള കൈ കൊണ്ട് കണ്ണ് തിരുമ്പാതിരിക്കുക, നല്ല വെള്ളത്തിൽ കണ്ണ് കഴുകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം കേട്ടോ. അത് കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായി വലത്തെ കണ്ണാണ്. അത് ഇതാണ് അലർജി വന്ന് കുറച്ച് തടിപ്പ് വരും കണ്ണിന്റെ പോളകള്. അത് ഇങ്ങനെ തിരുമ്പാതിരിക്കുക, പിന്നെ നല്ല വെള്ളം കൊണ്ട് കഴുകുക കേട്ടോ. തേപ്പിന്റെ കുമ്മായായ വെള്ളം കൊണ്ടൊന്നും കഴുകാതെ കണ്ണ്. കണ്ണിന്റെ അസുഖങ്ങൾ വരുമ്പോഴെപ്പോഴും മറ്റ് അസുഖങ്ങളെക്കാൾ കൂടുതൽ, മറ്റതിനും ഉണ്ടെങ്കിൽ പോലും കൂടുതൽ പൊടിക്കൈകൾ പ്രയോഗിക്കുന്നുണ്ട് ആളുകൾ. പലതരത്തിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുക, മല്ലിയിട്ട വെള്ളം, തുളസിയിലിട്ട വെള്ളം. പിന്നെ ഞാൻ കുറച്ചു കാലം തമിഴ്നാട്ടിലാണ് ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. അവിടെ ഈ കോഴിയുടെ മുറിവ് വന്ന കോഴിയുടെ രക്തം ഒഴിക്കും, മുലപ്പാൽ ഒഴിക്കും. പക്ഷെ അത് എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് കൊണ്ടാണെന്നാണ്. പക്ഷെ ഇവിടെയും ഇപ്പം മല്ലിവെള്ളം ഇല്ലെങ്കിൽ വേറെ ഇളനീർക്കുഴമ്പ് എന്താണെന്ന് അറിയില്ല. പക്ഷെ അതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ അണുക്കളുണ്ടാവും. ഓൾറെഡി നമ്മൾ കൃഷ്ണമണിക്ക് എന്തെങ്കിലും പോറലുണ്ടെങ്കിൽ ഈ അണുക്കളുള്ള വെള്ളമാണ് കണ്ണിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഈ പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണത്. ഇപ്പോഴും അത്തരം കേസുകൾ ഇല്ല, ഇവിടെ കേരളത്തിൽ വളരെ കുറവാണ്. നമുക്ക് ഏതായാലും ആലുവയിൽ നിന്നുള്ളൊരു കോളർ, അവരുടെ സംശയം കേൾക്കാം. സമീറ സലീം ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത്. സമീറ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ. എന്റെ കണ്ണില് വിഷർപ്പൻ എന്ന് പറയുന്ന സാധനം കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വന്നതാണ്. എന്ത് വിഷർപ്പൻ എന്നാണ് അതിന് പറയണേന്ന്. അത് കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വന്നിരുന്നു. അപ്പൊ ഞാൻ മറ്റേ കോശി ഡോക്ടറുടെ ഭാര്യനെ കണ്ടിരുന്നു, മറ്റേ പഴങ്ങനാടുള്ള. അപ്പൊ അന്ന് മരുന്നൊക്കെ തന്ന് ഒഴിച്ച് കുറെ നാൾ ഒഴിച്ച് ഇപ്പൊ കണ്ണിങ്ങനെ ഈ പ്ലാസ്റ്റിക് കൂടിന്റെ ഉള്ളിൽ കൂടെ നോക്കണ പോലെ തോന്നണം. ഒരു കണ്ണ് മാത്രം. എന്തിന്റെ ഉള്ളിലോട്ടാ? പ്ലാസ്റ്റിക് കൂടിന്റെ ഉള്ളിൽ കൂടെ ക്ലിയർ അല്ല. കൺജങ്ക്റ്റിവൈസ് അതായിരിക്കും. ആ കൃഷ്ണമണിന്റെ മേലെ കല വന്നിട്ടുണ്ടാവും. അതെ, അതിന്റെ ഒരു കലയാണ് അത് സ്കാറിങ് എന്ന് പറയും. അത് ഗ്രാജുവലി അതിന്റെ കട്ടി കുറഞ്ഞ് അത് പോകും. വളരെ കട്ടി കൂടുതലാണെങ്കിൽ അത് കുറച്ച് കാഴ്ചയെ എഫക്ട് ചെയ്യും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? മരുന്ന് ഞാനിപ്പോ ഒഴിക്കാറില്ല, കുറെ നാൾ ഒഴിച്ചിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ മരുന്ന് അതിനിപ്പോ ഒന്നും ചെയ്യണ്ട. നമ്മളിപ്പോ ഒരു മുറിഞ്ഞ് ഒരു കാലിലൊരു തഴമ്പ് വന്നാലോ അല്ലെ സ്കാർ വന്നാൽ പിന്നെ അതിന് നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യില്ലല്ലോ. അപ്പൊ അതുപോലെ അതങ്ങ് ഇതാ മതി. പിന്നെ ആകെ ചിലപ്പം ബുദ്ധിമുട്ട് ഈ വെയിലത്ത് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതെ അതെ, ഒരു ഭയങ്കര ഭംഗി പോലെ തോന്നും. അപ്പൊ അതിന് സാധാരണ നമ്മൾ പറയാ ഒരു ഡേ ആൻഡ് നൈറ്റ് ഗ്ലാസ് വെക്കുകയാണെങ്കിൽ പുറത്തു പോകുമ്പോൾ അതൊരു പരിധി വരെ അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇങ്ങനെ മരുന്ന് ഒഴിക്കുന്നതിനെ കുറിച്ചാണ്. വളരെ കോമൺ ആയിട്ട് ഇളനീർ കുഴമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ കോമൺ ആയിട്ട് ഒഴിക്കാറുണ്ട്, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ. അത് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്നില്ല. അതാണ് ദോഷം എന്ന് പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഒരു നല്ല ഭയങ്കര ഇൻഫെക്ഷൻ ആയിരിക്കാം. പക്ഷെ അതറിയാതെ അവർ ഇളനീർ കുഴമ്പ് ഒഴിച്ച് അവർ വിചാരിക്കുമോ നല്ല സുഖം കിട്ടുന്നുണ്ട്, രോഗി വിചാരിക്കും നല്ല സുഖം. പക്ഷേ ഈ ഇൻഫെക്ഷൻ കൂടി അൾസർ എന്ന് പറയും, കോർണിയൽ അൾസർ, കണ്ണിന് പഴുപ്പ് വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലും നല്ലത് ഡോക്ടറെ കണ്ടിട്ട് എക്സാമിൻ ചെയ്തിട്ടൊക്കെ ഒഴിക്കുന്നതാണ്. ഇല്ലേ പിന്നെ ഈ ഇളനീർ കുഴമ്പിലും എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് എന്ന് നമുക്കറിയില്ല. പിന്നെ അതിൽ പ്രിസർവേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് അതിൽ അണുക്കൾ ബാക്ടീരിയകൾ വളരാനുള്ള സാധ്യത
കൂടുതലാണ്. അതാണ് നമ്മളെ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഒരു സാധനം. നമ്മളെ പോളകൾ രണ്ടും അടച്ചിരിക്കുമ്പോൾ കണ്ണിൻ്റെ ബോഡീൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മൾ ബോഡീൻ്റെ ഉള്ളിലേക്ക് പുറത്തുനിന്നുള്ള അണുക്കളെ കൊണ്ടുപോയി ഒഴിക്കുകയാണ്. അപ്പം അത് ശരിയില്ല. അത് ഒരു ഡോക്ടറെ കണ്ട് ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ടാപ്പ് വാട്ടറിനെ കൊണ്ട് കഴുകിയാൽ മതി, വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. അങ്ങനെ എന്തെങ്കിലും. അതെ, അതാണ് കുറച്ചും കൂടി പ്രാക്ടിക്കലി. അതാണ്. നമ്മുടെ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ സുരേഷ് പുത്തലത്താണ്, നേത്രരോഗ വിദഗ്ധൻ ഡോക്ടറാണ് നമ്മളോടൊപ്പം ഇന്ന് ചേർന്നിട്ടുള്ളത്. ഡോക്ടർ, കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പേടിക്കുന്ന ഒരു കാര്യം കണ്ണിന്റെ കാഴ്ച പോകുന്ന ഒരവസ്ഥയാണ്. അന്ധത എന്ന് പറയുന്ന ഒരു അവസ്ഥ ആളുകൾ ഏറ്റവും അധികം ഭയക്കുന്ന ഒരു കാര്യമാണ്. എന്തെല്ലാം സാധ്യതകളാണ് അതിനുള്ളത്? അതിൽ ഒരു 90% അന്ധതയും നമുക്ക് തടുത്തു നിർത്താനോ അല്ലെങ്കിൽ വരാതെ നോക്കാനോ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൽ ഏറ്റവും നമ്മളെ ഈ ഇടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അന്ധതയ്ക്കുള്ള ഒരു കാരണമാണ് കാട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ കാട്രാക്റ്റ് എന്ന് വെച്ചാൽ തിമിരം. അതിൻ്റെ അന്ധത എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് റിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ് ആണ്. അത് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്താൽ ആ അന്ധതയിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. പിന്നെ ഗ്ലാസ്സുകൾ വെക്കുന്നത്, റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയും, കാഴ്ച വൈകല്യം, അതിനും നമുക്ക് കണ്ണട ഗ്ലാസ്സുകൾ വെക്കുകയാണെങ്കിൽ അത് ആ അന്ധത എന്നുള്ള പരിഹാരം കിട്ടും. പിന്നെയുള്ളതാണ് ഇറിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. കാഴ്ച തിരിച്ച് കിട്ടാത്ത അവസ്ഥയുണ്ട്. അത് പക്ഷേ നമുക്ക് ആ അന്ധത പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമേ കണ്ട് അതിനുള്ള മുൻകരുതലുകൾ ഇടുക. അതിലുള്ള 2 കണ്ടീഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രമേഹം കൊണ്ടുള്ള, ഡയബറ്റിസ് കൊണ്ടുള്ള, ഡയബറ്റിക് റെറ്റിനോപ്പതി കൊണ്ടുള്ള അസുഖവും ഗ്ലോക്കോമ കൊണ്ടുള്ള ഇതും. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നതാണ് നമ്മളുടെ ഇടയിലുള്ള ഇപ്പം യന്ത്രവൽക്കരണം. വീടുകൾ പണിയെടുക്കുമ്പോൾ മുമ്പേ ഒന്നും ആകെ ചെറിയ 2 ആയുധങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാം മിഷനറീസാണ്. പക്ഷേ അതിൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒന്നും ഉപയോഗിക്കാതെ ആണി ചെയ്യുമ്പോഴും ഇതൊക്കെ ഒന്നും ചെയ്യാതെ അപകടങ്ങൾ കൊണ്ടുള്ള അന്ധത, കണ്ണിന് ഇതായിട്ടും മിഷൻ്റെ ഇത് കല്ലുകൾ തെറിച്ചിട്ടും ഇല്ല ആ ചെറിയ നെയിലുകൾ കണ്ണിൽ തെറിച്ചിട്ടുള്ള ഈ വർക്ക് പ്ലേസിലുള്ള അപകടങ്ങൾ അല്ലെ, മറ്റു തരത്തിലുള്ള അന്ധതയേക്കാൾ കൂടുതൽ അപകടങ്ങൾ വഴി ഉണ്ടാവുന്ന അന്ധത സർവൈവ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ എന്താ പറയുക, ഒരു ആഴ്ചക്ക് ഒരു 3-4 കേസുകൾ കാണുന്നുണ്ട്. ഈ ഹെൽമെറ്റ് വെക്കാതെ ബൈക്കിൽ പോയിട്ട് ബൈക്കിൽ നിന്ന് വീണിട്ട് തലയുടെ ഇത് പൊട്ടിയിട്ട് ഓപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞ് അത് ഡാമേജ് ആയിട്ടിട്ട്, അതും എല്ലാം ചെറുപ്പക്കാരാണ്. ചിലവർ ഈ ജോലിക്ക് 2 കണ്ണും കാഴ്ച വേണ്ട അവരാ ഇത് ഹെൽമെറ്റ് അവർ പറയും, എക്സ്ക്യൂസ് പറയും, ഞാൻ ഇപ്പോൾ അവിടെ കടയിൽ പോകുമ്പോൾ ഇടാൻ മറന്നുപോയി. പക്ഷെ അങ്ങനെ വരുന്നത് ഒട്ടുമിക്ക ആൾക്കാരുടെയും ആ കാഴ്ച നമുക്ക് തിരിച്ചു കിട്ടില്ല, ഈ അപകടം കൊണ്ടുള്ള കാഴ്ച. എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ ജാഗ്രത അത് മാത്രമാണ് മറ്റ് അസുഖങ്ങൾ പോലെ തന്നെ കണ്ണിനെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാനുള്ള ഏക മാർഗം എന്നാണ് പറയുന്നത്. ജാഗ്രതരാവുക. ചെറിയ അസുഖങ്ങളാണെങ്കിൽ പോലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. ഡോക്ടർ സുരേഷ് പുത്തലത്തായിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത്. ഇനി വീണ്ടും നമ്മുടെ ഡോക്ടർ തിങ്കളാഴ്ച.